നമസ്കാരം. ടെക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം MS ഓഫീസിന് പകരമുള്ള ലിബ്രെ ഓഫീസിൽ അക്ഷരത്തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരുത്താം എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് പലരും അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ബ്രൗസറിലും MS ഓഫീസിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഗ്രാമർലി എന്ന പേരുള്ള ഒരു സൗകര്യമാണ്. കൃത്രിമ ബുദ്ധി അഥവാ AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാമർലിക്ക് നമ്മൾ വരുത്തുന്ന വ്യാകരണ പിശകുകൾ കണ്ടുപിടിച്ച് തിരുത്താൻ സാധിക്കും. എന്നാൽ ദൗർഭാഗ്യവശാൽ ലിബ്രെ ഓഫീസിൽ ഈ ഗ്രാമർലി ലഭ്യമല്ല. ഗ്രാമർലി വിൻഡോസിൽ മാത്രം ലഭിക്കുന്ന, MS ഓഫീസിൽ മാത്രം ലഭിക്കുന്ന, ബ്രൗസറുകളിൽ മാത്രം ലഭിക്കുന്ന ഒരു സൗകര്യമാണ്. അതുകൊണ്ട് ലിനക്സ് ഉപയോക്താക്കൾ അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് വിൻഡോസിൽ ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് ഇത്തരം വ്യാകരണ പിശകുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനൊരു പരിഹാരമുണ്ട്. അതിന്റെ പേരാണ് ലാംഗ്വേജ് ടൂൾസ്. ഗ്രാമർലി പോലെ തന്നെ AI അഥവാ കൃത്രിമ ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ അക്ഷരത്തെറ്റുകൾ, വ്യാകരണ പിശകുകൾ ഇവയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾക്ക് മാറ്റി തരാൻ കഴിവുള്ളൊരു സൗകര്യമാണ് LT അഥവാ ലാംഗ്വേജ് ടൂൾസ്. ഇത് ഭാഗ്യവശാൽ ലിബ്രെ ഓഫീസിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ് സാധാരണ ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് ലാംഗ്വേജ് ടൂൾസ് അതിൽ പ്രവർത്തിക്കും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ടൂൾസ് ഉപയോഗിക്കുമ്പോൾ UK ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം പല വ്യാകരണ അക്ഷരത്തെറ്റുകളും ഇന്ത്യൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ലാംഗ്വേജ് ടൂൾസ് വിട്ടുകളയുന്നതായി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UK ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫലം നൽകും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള പാഠം. ഈ ലാംഗ്വേജ് ടൂൾസ് എങ്ങനെ ലിബ്രെ ഓഫീസിൽ ചേർക്കാം എന്ന് നോക്കാം. ആദ്യം ലിബ്രെ ഓഫീസ് എടുക്കുക. ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ് കുറച്ചുകൂടി സൗകര്യം. നമ്മൾക്ക് ആദ്യമേ കൈകാര്യം ചെയ്യാൻ ടൂൾസ് എടുക്കുക, ഓപ്ഷൻസ് എടുക്കുക. അതിൽ ഓപ്ഷൻസിൽ ലാംഗ്വേജസ് ആൻഡ് ലൊക്കേൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ലാംഗ്വേജ് ടൂൾ സെർവർ എന്നുള്ള ഈ സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് ഞാനിപ്പോ കാലേക്കൂട്ടി എൻ്റെ കമ്പ്യൂട്ടറിൽ അത് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും ലഭിക്കുക. അപ്പൊ എനേബിൾ ലാംഗ്വേജ് ടൂൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മൾക്ക് വേണ്ട ഗ്രാമർലിക്ക് പകരമുള്ള ലാംഗ്വേജ് ടൂൾ എന്ന സംവിധാനം ലിബ്രെ ഓഫീസിൽ തനിയെ ചേർക്കപ്പെടും. എന്നിട്ട് അപ്ലൈ അടിച്ച് ഓക്കെ അടിക്കുക. അതോടെ അപ്ലൈ ഓക്കെ. ഇപ്പോ നമ്മൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തിരുത്തപ്പെടും. ഇപ്പൊ ഇംഗ്ലീഷിൽ നെയിം എന്ന് എഴുതുമ്പോൾ ഒരു അക്ഷരം വിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യാകരണ പിശക് വന്നു, അതൊക്കെ ഈ ലാംഗ്വേജ് ടൂൾ നോക്കിക്കോളും. ലാംഗ്വേജ് ടൂൾ പ്രവർത്തിക്കാൻ വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൂൾസ്, ഓപ്ഷൻസ്, ഇപ്രാവശ്യം റൈറ്റിംഗ് എയ്ഡ്സ് എടുത്തിട്ട് ഇതിൽ ലാംഗ്വേജ് ടൂൾ റിമോട്ട് ഗ്രാമർ ചെക്കർ എന്നുള്ളത് വെച്ച് ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്യുക. അതായത് ഇത് മാത്രം ഉപയോഗിക്കുക, ബാക്കിയെല്ലാം മാറ്റിക്കളയുക. എന്ന് വെച്ചാൽ ഈ പെട്ടിയിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ടിക്ക് ആണെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ ഇതില് ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല, ഞാനത് ചേർത്തതാണ്. UK ഇംഗ്ലീഷും ഉണ്ടായിരുന്നില്ല, അതും ഞാൻ ചേർത്തതാണ്. അപ്പൊ എന്റെ ഇത്രയും ദിവസം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു UK ഇംഗ്ലീഷ് മാത്രം ചേർത്താൻ മതിയാവും. ഇന്ത്യൻ ഇംഗ്ലീഷ് പോലെയൊക്കെ തന്നെയാണ് UK ഇംഗ്ലീഷും. അതുകൊണ്ട് നമ്മുടെ ആവശ്യം UK ഇംഗ്ലീഷ് കൊണ്ട് നടക്കും, കുറച്ചുകൂടി കൃത്യതയും ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന ഓപ്ഷൻസ് ആണ്. ഇത് നമ്മൾക്ക് ഏതൊക്കെ വേണം വേണ്ട എന്ന ഒന്നുമില്ലെങ്കിൽ തീരുമാനിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിട്ടു വയ്ക്കാം. എന്താണെങ്കിലും നമ്മൾ ആവശ്യമായ സെറ്റിംഗ്സ് ഞാൻ പറയുകയാണെങ്കിൽ തൽക്കാലം ഈ ലാംഗ്വേജ് ടൂൾ മാത്രം നിലനിർത്തിയിട്ട് ഇതിൽ UK ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറെ ലാംഗ്വേജ് പാക്സ് കിട്ടും. അതിൽ ഇംഗ്ലീഷ് UK എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് അപ്ലൈ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവും. ദിസ് ഈസ് മൈ നെയിം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ
ഇപ്പൊ നമുക്ക് നോക്കാം. 2 മിനിറ്റ്, ഒരു 2 മിനിറ്റ് സമയം എടുക്കാറുണ്ട്. എന്നിട്ട് ശേഷം മാത്രമേ ഇതിന്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ടൂൾസ് എടുത്തിട്ട് ഓട്ടോ സ്പെൽ ചെക്കിങ് എനേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇംഗ്ലീഷ് UK എടുത്തു കഴിഞ്ഞാൽ, UK ആക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് നമ്മളിതിൽ ചില അബദ്ധങ്ങൾ മനഃപൂർവ്വം വരുത്തി നോക്കാം. അപ്പോൾ ഇത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. കേട്ടോ, ഞാനിപ്പോ ഒരു അബദ്ധം, നെയ്മഡ് എന്നല്ല, നെയ്മ് എന്നാണ് വേണ്ടത്. പൊട്ടി, അതെന്താണെന്ന് ഞാനും ചുമ്മാ ടൈപ്പ് ചെയ്താണ്. ഇങ്ങനെ കുറെ സജഷൻസ് തരും. പോസിബിൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫോം. അപ്പോൾ നമുക്ക് വ്യാകരണ തെറ്റ് ചെയ്ത് നോക്കാം. സൺ റൈസൻ ഇൻ ദ ഈസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ എത്തരത്തിലുള്ള വ്യാകരണ പിശകാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ എളുപ്പത്തിന് F7 അഥവാ സ്പെല്ലിംഗ് ചെക്ക് എന്ന് നമ്മൾ എടുത്താൽ മാത്രം മതി. ഓക്കെ, എന്നാലും അത് വന്നില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പരിശ്രമിച്ചപ്പോൾ ലഭിച്ചതാണ്. ലാംഗ്വേജ് പാക്ക് മാറ്റി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നാണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നാണല്ലോ. അപ്പൊ വ്യാകരണ പിശക് തൽക്കാലം ഇത് കണ്ടുപിടിച്ചതായിട്ട് വരുന്നില്ല. ദ സൺ കണ്ടോ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അത് പറയുന്നുണ്ട്. ഇവിടെ അത് സജഷൻസ് വരാതിരിക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അല്പം ഉപയോഗിച്ച് നോക്കുക, ഏതാണ് നമ്മൾക്ക് ശരിയായി വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെയുള്ള ഒരുപക്ഷെ സൺ കിഴക്ക് ഉദിച്ചു എന്ന അർത്ഥത്തിൽ ഇത് എടുക്കുന്നത് കൊണ്ടാവാം. ഗ്രാമറിലി ഇങ്ങനെയുള്ള സജഷൻസിൽ ഇങ്ങനെയുള്ളത് പരിഹരിക്കുന്നതിന്റെ ഏറെ മുമ്പിലാണ്. അപ്പോൾ എല്ലാം വളരെ എളുപ്പമാണ്. അക്ഷരത്തെറ്റുകൾ മികച്ച രീതിയിൽ ലാംഗ്വേജ് ടൂൾസ് കണ്ടുപിടിക്കുന്നുണ്ട്. വ്യാകരണ പിശകുകൾ അല്പം വേഗം കുറവാണ്, എങ്കിലും അവ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗജന്യ വേർഷനായ ഈ ലാംഗ്വേജ് ടൂൾസ് ലിബ്രെ ഓഫീസിലെ അക്ഷരത്തെറ്റുകൾ കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.